ഈ ചില പാട്ടുകൾ ഓതർ തന്നെ ശരിക്കും പറയണം. ഇപ്പോൾ എങ്ങും നിന്നോ വന്ന പഞ്ചവർണ്ണക്കിളി നീയോ എന്നുള്ള പാട്ടിൽ നീ എൻ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ എന്നുള്ളൊരു സാധനം പറയുമ്പോൾ ചിലവരൊക്കെ ഇറോട്ടിക്കായിട്ട് മുളം തണ്ടിനെയൊക്കെ സങ്കല്പിച്ച് മൗനസ്വരമായി ജന്മങ്ങളിൽ നടത്ത അതെ പറയുന്നുണ്ട്. അത് നോക്കൂലേ? അതെ. അപ്പോൾ അത് കാള പറ്റുന്ന കേട്ടോടനെ കയറെടുക്കില്ല. അതെ അതെ അതെ. അപ്പം നീ എന്നെ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ മൗനസ്വരമായി ജന്മങ്ങളിൽ എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായി. അത്രേ ഉള്ളൂ അല്ലേ. ഇപ്പം പണ്ട് ദേവരാജ മാഷ് പറ്റി പറഞ്ഞ പോലെ നടന്നാൽ നീ ഒരു സ്വർണ്ണഹംസം, പൂത്തു വീഴർന്നാൽ നീ ഒരു പാരിജാതം, നിറച്ചാൽ നീ ഒരു പാനപാത്രം, അടുത്തിരുന്നാൽ നീ ഒരു രോമഹർഷം. ഇത്ര എന്ത് സുന്ദര. പക്ഷെ അത് കഴിഞ്ഞ് കിടന്നാൽ കട്ടിൽ നിറയും. അയ്യോ, ഈ പറഞ്ഞ സാധനം പല്ലവി പറഞ്ഞ സാധനം കിടന്നാൽ കട്ടിൽ നിറയും, കിടന്നാൽ കട്ടിൽ നിറയും ഈ മുടിയിൽ മാറി എന്ന് പറഞ്ഞാലാണിത്. മൗനസ്വരമായ ജന്മങ്ങളിൽ നിന്ന് അടുത്ത വരെയുണ്ടെന്നുള്ള ബോധമില്ലാണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബോധമില്ലാണ്ട് അത് ചിന്തിക്കാതെ കയറി അങ്ങ് പറയും. അങ്ങനെ ഒരു കൽക്കട്ട ന്യൂസിലെ പാട്ട്. പിന്നെ ഒരു പാട്ടെന്ന് പറയുന്നത് പന്തേക്കോഴിയിലെ സുന്ദരിയെ ചെമ്പകമലരേ ആ പാട്ടില്ലേ, അത് വന്നപ്പോ ഉണ്ടല്ലോ അതിന് വേറൊരു കളർ വന്നു. അത് അവിടെ പോയി തന്നെ ഇരുന്ന് എഴുതിയത്. പാലക്കാട് ഈ ഷൂട്ടിംഗ് നടന്ന ഗ്രാമത്തിൽ പോയിരുന്നു തന്നെ. അതിനകത്ത് കരിമ്പനയുടെ നാട്ടിലെ തകിലടിക്കണ തന്നെയല്ലേ വില വരും കാലമായി എന്ന് പറഞ്ഞാൽ അതൊക്കെ അവിടുത്തെ ആ കൾച്ചർ വെച്ചിട്ടാണ്. ഇപ്പം ഇവൾക്ക് ഒരു കാന്താരിയാണല്ലോ ഈ അതിനകത്ത് നായിക, സുന്ദരിയാണ്. അപ്പം ചെമ്പകമലര. പക്ഷേ അത് കഴിയുമ്പോഴും മറ്റേതാണ്, ചെങ്കതിൻ്റെ തീവ്രതയുണ്ട്. അത് അഴകാണ്. അതെ. പിന്നെ കോപം ഒരഴകല്ല ഉണ്ടല്ലോ. തങ്കമണി പൊന്നുമണി ചട്ടമ്പി കല്യാണി തമ്പിച്ചേരി എഴുതിയ പോലെ അതൊരു പൂവിന് കോപം വന്നാൽ അത് മുള്ളായി മാറുമോ തങ്കമണി. അല്ല, അതുണ്ട് കോപം, സുഖം, സൗന്ദര്യമുള്ള കോപമുണ്ട്. ഇപ്പോൾ കണ്ണെഴുതി പൊട്ടുന്ന തൊട്ടിലൊക്കെ മഞ്ജുവാര്യരുടെ ആ കോപം ഉണ്ടല്ലോ, എന്ത് സൗന്ദര്യം അത്. അത് സത്യമാണ്. എന്തിനുണ്ട് അഴകുണ്ടെന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി അഴക്. അപ്പം അത് എന്തിലും കാണാൻ പറ്റും, ഇണക്കത്തിലും പിണക്കത്തിലും ഒക്കെ കാണാൻ പറ്റും. സമകാലികരായിട്ടുള്ള എഴുത്തുകാർ റഫീഖ് അഹമ്മദ് സാറ്, സന്തോഷ് വർമ്മ, പാട്ടെഴുത്തിൻ്റെ ഏരിയയിൽ നിൽക്കുന്നവരെ കുറിച്ചുള്ള ശരത്തേട്ടൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് വെച്ചാൽ റഫീഖിൻ്റെ ഏറ്റവും വലിയ ഗുണം ഞാൻ കണ്ടില്ല. റഫീഖ് ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ഭാഗ്യവാനായ എഴുത്തുകാരനാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ കവിതകൾ കുറേ സിനിമയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് കവിത്വം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന് അസലായ കവിയാണ്. എനിക്കിന്നും മനസ്സിൽ ബിങ്ങനാണ് പാട്ട്. രാക്കിളി തന്നെ വഴിമറയും, തേങ്ങലിനേക്കാൾ പരിചിതമേതോ പേരറിയാത്ത വികാരം. ഒരു പേരും ഇത്രയും കാലമായിട്ട് ഇടാൻ പറ്റിയിട്ടില്ല. അത് കവി എന്നൊക്കെ പറഞ്ഞാൽ അതല്ലേ, ഒരു തോന്നൽ, അങ്ങനെ സംഭവം ഉണ്ടല്ലോ, എന്ത് പേരിടും. ഇത്തരം ഇതുവരെ ആ പേരിടാൻ പറ്റിയിട്ടില്ല. അല്ല, ഇതൊരെണ്ണം മാത്രമേ, വേറെ ധാരാളം പാട്ടുകളുണ്ട് റഫീഖിൻ്റെ. റഫീഖിന് അങ്ങനെ കുറേ പിന്നെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. സിനിമകൾ, കവിത്വം തുളുമ്പുന്ന ഏറ്റവും ശ്യാമരാഗം വരെ, ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഏറ്റവും അവസാനത്തെ പാട്ട് ശ്യാമരാഗത്തിൽ വരെ അസലൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. അത് കിട്ടിയിട്ടുള്ള വലിയ ഭാഗം. സന്തോഷിൻ്റെ കൂടെ സന്തോഷ് എത്രയും ഇതായിട്ട് കിട്ടുന്ന സിറ്റുവേഷൻ സന്തോഷം ഒരു പ്രസൻസ് കൊണ്ടുവരും. ഇപ്പം കാലമൊന്നു കാലാൽ കെട്ടിയിട്ട പിന്നെ തട്ടുവിട്ട പോലെ പന്ത് പോലെ പൊന്തി സൂര്യൻ, ഫുട്ബോളിൻ്റെ ഒരു കളിയായിട്ടുള്ള അതിനകത്തുള്ളതാണ്. സൂര്യനെ പന്താക്കി. അപ്പോൾ നമ്മൾ ആലോചിച്ച് ആ സിനിമ മാത്രമല്ല, ആലോചിച്ചാൽ ശരിയാണല്ലോ, ആരുടെ തട്ടുവിട്ടൊരു പന്താണല്ലോ സൂര്യൻ. എനിക്ക് തോന്നിയിട്ടുണ്ട് മാനത്ത് നിലാവ് കണ്ടു ഇഡ്ഡലിയാണെന്ന്. പക്ഷെ നമുക്ക് എഴുതാനൊരു അവസരം കിട്ടിയിട്ടില്ല. ഇഡ്ഡലി എന്നുള്ള തോന്നൽ കിട്ടിയിട്ടില്ല. ഈ ആധുനിക കാലഘട്ടത്തിൽ എഴുതാൻ പക്ഷേ അത് വരണ്ടേ, സിറ്റുവേഷൻ നമ്മുടെ കയ്യിൽ തന്നെ. അല്ല, ഇതിങ്ങനെ ഓരോരുത്തർക്കും കുസൃതിയുള്ളൊരു എഴുത്താണ് ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു ത്രില്ലിങ് ഇതുണ്ടല്ലോ, ആ ഒരു കാലഘട്ടമാണ്. അതിനൊരു ജമ്പിങ് സുഖമുണ്ട്. അതിനകത്ത് അങ്ങനത്തെ വാക്കല്ലേ വേണ്ട, അല്ലാണ്ട് മറ്റേത് പറയാം. ഇപ്പം ചക്രവർത്തി നിനക്ക് ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു നോക്കി പാട്ട് മോശമായിട്ടല്ലേ. ഇന്ന് അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇന്നത് ട്രോളാൻ വേണ്ടിയിട്ടാണ്. അതപ്പോൾ ഓരോ കാലഘട്ടത്തിലും അത് കാലത്തിന് ചില കണക്കൂട്ടലുണ്ട്. കാലം കൃത്യമായിട്ട് ഓരോ സമയത്ത് ഓരോരുത്തരും ജനിപ്പിക്കും. അത് തെറ്റിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ശരത്തേട്ടൻ ഈ പല വഴിക്ക് പോയിട്ടും തിരിച്ചിവിടേക്ക് തന്നെ വരുമെന്നുള്ളതൊരു ഒരു വലിവ് എവിടെയെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ വരുമോ എന്ന് എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഞാനീ പറഞ്ഞ പോലെ ആദ്യമൊക്കെ നമുക്ക് എല്ലാത്തിനെയും ആരംഭത്തിൽ നമുക്കൊരു ആശങ്കയും ഒക്കെ ഉണ്ടാകുമല്ലോ. ഇപ്പോൾ അവാർഡ് കിട്ടുക, ഇന്ന് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടില്ല. പക്ഷെ ആദ്യത്തെ കുറേ കാലങ്ങൾ പലരായിട്ട് ഇങ്ങനെ പറഞ്ഞ് എന്നെ മോഹിപ്പിച്ച് അത് മിസ് ചെയ്ത് മോശമായി പോയിട്ട് കിട്ടിയില്ല കേട്ടോ. അത് ഭയങ്കര വിങ്ങലായിരുന്നു. എന്തുകൊണ്ടെങ്കിൽ അസൂയ വരെ ഉണ്ടാകാം വേറൊന്നിന് കിട്ടുമ്പോൾ. അപ്പോൾ അത് പാടില്ല. നിനക്ക് അർഹതയുള്ളതാണെങ്കിൽ ആര് തടഞ്ഞാലും നിനക്ക് കിട്ടും. കിട്ടിയില്ലേ
അത് നിനക്കുള്ളതല്ല എന്ന് തീരുമാനിക്കാനായിട്ട് ഞാൻ പഠിപ്പിച്ചു. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒന്നുമില്ല, തിരിച്ചങ്ങോട്ട് വരണം, ഞാനങ്ങ് പോകുന്ന വഴിക്കങ്ങ് പോകുന്നല്ലാണ്ട് ഞാൻ ബലം പിടിച്ച് നിൽക്കത്തില്ല. അത്രയേ ഉള്ളൂ. താമസിക്കേണ്ടടുത്ത് താമസിച്ച് ചെല്ലേണ്ടവനാണ് ഞാൻ. എന്നിപ്പം ഞാൻ താമസിച്ചല്ലേ വന്നത്. എത്രയോ വയലാറിനെ വയനാട്ട് എഴുതിയില്ല, അങ്ങനെ ഒരു നിയമവും ഇല്ലല്ലോ. വയലാറിനെ വയനാണ്ട് പാട്ട് എഴുതുന്ന നിയമമൊന്നുമില്ല എന്നുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി പറഞ്ഞ കാര്യമില്ല, ഒരു നിർബന്ധമില്ലല്ലോ. പിന്നെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഒരു ഗാനരചയിതാവിൻ്റെ മകൻ ഗാനരചയിതാവായി എന്നുള്ളത് എനിക്ക് കിട്ടിയ. രണ്ടാമത് ഗിരീഷിൻ്റെ ദിനനാഥ് എഴുതിയല്ലോ. പിന്നെ ആർക്കും അത് ഭാഗ്യം ഉണ്ടായിട്ടില്ല. എഴുതി കാണുമായിരിക്കാം, പക്ഷേ സമൂഹത്തിനെ എൻ്റെ മുമ്പിലേക്ക് അത് അവതരിപ്പിക്കാൻ ആദ്യം കിട്ടിയൊരു മകൻ എന്ന നിലയിൽ അത് നേരത്തെ പറഞ്ഞ പോലെ അച്ഛൻ്റെ തന്നെ ഒരു തോന്നലായിരിക്കും. അതും സക്സസ് ആയി എന്നുള്ളതാണ് അതിൻ്റെ. ഇഷ്ടപ്പെട്ടു. ഈ വിദ്യാസാഗർ സാറിൻ്റെ കൂടെ ഒറ്റത്തുമ്പി നെറ്റിത്താളിൽ നീതൊട്ടല്ലോ പ്രേമ, അതിനകത്ത് പ്രേമപ്പൊട്ട പ്രേമപ്പൊട്ടോ എന്നാണ്, അങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൊട്ടിട്ടല്ലോ എന്നുള്ള ശൃംഗാരം. അത് ഞാനിത് അനുരാഗത്തിനെ പൊട്ട് ഞാൻ നെറ്റി തൊഴിച്ചപ്പം അതെൻ്റെ അതാ ഒരു ഉമ്മ തരുന്ന പോലെയാണ്, ഉള്ളിലൊരു ശൃംഗാരം മുട്ടിട്ടു. അപ്പോൾ അതിന്റെ ആ മീറ്റർ ഉണ്ടല്ലോ, സാധനമില്ലേ, അപ്പൊ അത് കേട്ടപ്പോ, അത് ഫസ്റ്റിൽ കേൾക്കുമ്പോ ശരിക്കും ഒറ്റത്തുള്ളിയൊന്നും അല്ല മനസ്സിൽ വന്നത്, അന്നും അല്ലല്ലോ, വേറെ എന്തൊക്കെയാ വന്നത്. പിന്നെ അതുമായിട്ട് നമ്മളെ കുഴയ്ക്കുമല്ലോ, കുഴച്ച് തിരുമേനി പറഞ്ഞ് കേട്ടിട്ടുണ്ട്, കൈതപ്പുറം തിരുമേനി. ഇപ്പം ഇങ്ങനെ ട്യൂൺ കിട്ടിക്കഴിഞ്ഞാൽ കുറേ വാക്കുകൾ എഴുതി വയ്ക്കും അതേ മീറ്ററിൽ, വെറുതെ ഒരു വാക്ക് എഴുതി വയ്ക്കും. അപ്പോൾ ലാല ആരാ ഏതാ എന്താ എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ എഴുതി വയ്ക്കും. അങ്ങനെ എഴുതി വരുമ്പോഴത്തേക്ക് എന്തെന്നെങ്കിലും പരിചയം കിട്ടും. ബിച്ചു തിരുമല അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴെങ്കിലുമൊക്കെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഹിന്ദി പാട്ട് തമിഴ് പാട്ടൊക്കെ എടുത്ത് കേട്ടിട്ട് മലയാളത്തിൽ മീറ്റർ അറിയാനായിട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മിമിക്രിക്കാരൊക്കെ ചെയ്യുന്ന ഉഗ്രൻ, അവരെന്ത് രസമായിട്ട് ചെയ്യുന്നു. ഇത് കൊടുക്കാൻ പറ്റാത്തതാണെങ്കിൽ കട്ട് ചെയ്യണം. എൻ്റെ ഹെൽപ്പിന് അസലൊരു പാരഡി ചെയ്തിട്ടുണ്ട്, അത് ഇതിനേക്കാൾ നല്ലതാണ് കേട്ട് കഴിഞ്ഞാൽ. പക്ഷെ ഇടാൻ പറ്റുമെന്നതാണില്ല. എൻ്റെ നാട്ടിലെ കള്ള് ഷാപ്പിലെ നല്ല ചെത്തുകാര, എൻ്റെ നാട്ടിലെ കള്ള് ഷാപ്പിലെ നല്ല ചെത്തുകാര, തെങ്ങിൽ കയറുന്ന നേരമെങ്കിലും കൂടെ നല്ല കൂട്ടുകാര. എന്താ മീറ്ററും ഏത് കവിയാ എനിക്കറിയത്തില്ല, എന്തായാലും കിടിലൻ കവി തോഴാണ്ട് പറ്റുമോ? ഞാൻ നാദർഷായെ വിളിച്ചിട്ട് ഞാനിതുപോലെ അഭിനന്ദിക്കും. ഞാൻ എല്ലാവരും വിളിച്ച് പറയും, ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലൊരു അസൂയ ജനിക്കും. അപ്പോൾ എല്ലാവരും ചോദിച്ചോളൂ, ഒരു മനുഷ്യന് നല്ല പാട്ട് എഴുതിയാൽ അപ്പം ഞാൻ വിളിച്ച് പറയും. അതോടെ നമ്മൾ ആ അസൂയ എന്നുള്ള എലവൻ്റ് നമ്മളിന്ന് കുറയും, അതിനെ നമ്മൾ അംഗീകരിക്കുകയാണ്. അത് ഞാൻ ചെയ്യാറുണ്ട്, ആരോടും ഇവിടെ ചോദിച്ചോളൂ, അതൊരു സുഖമാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ഏത് വയലാർ, ഒരു വയലാറിൻ്റെ മകനുമല്ല അവൻ, പക്ഷെ ചെയ്തതിൻ്റെ സാധനമുണ്ട്. വയലാർ എഴുതുന്നത് അത് രസമാണ്, അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. പിന്നെ ചാണ്ടി തൊഴിച്ചത് ഭാര്യയുടെ മുതുകത്ത്, ചാന്ത് കുടഞ്ഞൊരു സൂര്യ, നാദിഷ എഴുതിയതാ. ചാണ്ടി തൊഴിച്ചത് ഭാര്യയുടെ മുതുകത്ത്, പട്ടയടിച്ച് ഇറങ്ങിയ സമയത്ത് എന്ത് രസമെന്നറിയാ. നമ്മളെ ചിരിപ്പിക്കാൻ കഴിയാന്ന് പറയുന്നത് അല്ല, അത് നമ്മൾ പറഞ്ഞിട്ടേ അല്ല, നമ്മൾ പെട്ടെന്ന് പാട്ട് നമ്മുടെ ഉള്ളിൽ നിൽക്കും. ഇപ്പം ആലപ്പി രംഗം മാഷ് ട്യൂൺ തരുമ്പം ഡമ്മി വേർഡ്സ് വേണമെന്ന് ചോദിക്കും. ചിലർ ഡമ്മി വേർഡ്സ് വലിയ പാടാണ്, നമ്മളതിൻ്റെ കര കയറുകയല്ല, അതിൽ കിടക്കും, അതിൽ തന്നെ. അപ്പം അല്ലല്ല, അപ്പം ചിലപ്പോൾ അവ ഡമ്മി വേർഡ്സ് പുള്ളി ഇടും. എന്തെന്ന് പറയുക, എല്ലാം ശ്രീലവാക്കാരി. പക്ഷേ അതുകൊണ്ട് പെട്ടെന്ന് മീറ്റർ കിട്ടും. ആ വാക്ക് ആലോചിച്ചാൽ മതി, മീറ്റർ അതല്ലേ. ഇപ്പം മായിൽ തുടങ്ങുന്ന വാക്ക് കറക്റ്റ്, തലമുടി, അതാണ് വാക്ക്. പിന്നെ നമ്മൾ കേൾക്കണ്ട. അല്ല, അത് ഞാൻ പറഞ്ഞ അവിടെയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഏതാണ് നല്ലത് ഏതാണ് ചീത്തയെന്ന് തരംതിരിക്കുവാനേ പറ്റൂല, അല്ലേ? അതുകൊണ്ട് ഇതിലെല്ലാം നമ്മൾ, അത് രസമാണ്. ഇപ്പം എനിക്ക് കിട്ടാത്തൊരു അവസരം വേറെ ആൾക്ക് കിട്ടുമ്പോൾ അയാൾ നന്നായിട്ട് ചെയ്യുമ്പോൾ നമ്മളതിനെ അഭിനന്ദിക്കല്ലേ വേണ്ട. ഞാൻ അങ്ങനെ പഠിച്ചിരിക്കുന്നത്, ഞാൻ പ്രേമിച്ച് വേണ്ടിനെ വേറൊരാൾ കിട്ടുന്ന പോലെ ആ ഭാഗ്യത്തിന് കിട്ടിയിട്ടുണ്ട്. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞത് കേട്ടോ. എല്ലാം അത് തന്നെ കേട്ടോ, എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ എൻ്റെ ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ചിലജാലകവാതിലും പറഞ്ഞ പോലെ എനിക്ക് നീലത്താമരയിലെ അനുരാഗവിലോചനേക്കാൾ ഇഷ്ടപ്പെട്ടത് പകലൊന്നും മഞ്ഞ വീഥിയിലെ കുഞ്ഞുതാമര. സങ്കടത്തിനോടുള്ളൊരു നമുക്ക് ദുഃഖത്തിനോട് നമുക്ക് സ്കൂളിൽ സ്നേഹം ഉണ്ടാവില്ല എപ്പോഴും. കാര്യം എത്ര പറഞ്ഞു വിട്ടാലും അത് പോവുകയില്ല. സന്തോഷം എത്ര നമ്മൾ അനുഭവിച്ചാലും അത് തീർന്നും പോകും.
സുഖം ഒരു നാൾ വരും വിരുന്നുകാരൻ, ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പാട്ട് എഴുതാണ്ട് കൂടുതൽ ഇഷ്ടമുണ്ട്. മഴ പെയ്യുമ്പോൾ എല്ലാവർക്കും സന്തോഷം, എനിക്ക് സങ്കടം. ആരോ കരയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ആരോ ഭയങ്കരമായി ഇരുന്ന് തോരാത്ത കണ്ണീരിവിടെ കടലായി ഞങ്ങൾ കണ്ടിട്ട് ഒരുപാട് നാളായി എന്നൊക്കെ പറഞ്ഞ പോലെ ആരോ ഇങ്ങനെ കരയുന്നു. കഴിഞ്ഞ മഴക്കാലത്ത് ഇരുന്ന് കരഞ്ഞു, പിന്നെ അടുത്ത മഴക്കാലത്ത് കരഞ്ഞു. ഇതിനൊരു തീരുമാനമായില്ലേ എന്നാൽ തോന്നലൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിൻ്റെ നാട്ടിൽ നിന്നാണല്ലോ പെയ്യുന്നതാണല്ലോ വൈപ്പ്. അപ്പോൾ ദൈവം അവിടെ ഉണ്ടായിട്ട് പോലും കണ്ണിലൊന്ന് തൊട. പക്ഷെ മഴ പെയ്തില്ലെങ്കിൽ സംഭവം കഴിയുമല്ല. അതൊരു വശം, അതൊരു വേറൊരു വശം. പക്ഷെ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോഴേ ഈ ഭ്രാന്താണല്ലോ എഴുത്തെന്നൊക്കെ പറയുന്നു. പകുതി ഭ്രാന്താണ്. ചെറിയ ഭ്രാന്തൊക്കെ വേണം. ഒരു ഭ്രാന്ത് ആദ്യമാവരുത്. സാർ വെറുതെ ഒരു ഭാര്യയില് ഉണ്ണിമേനോൻ സാർ പാടിയിട്ടുള്ള ഓംകാരം ശങ്കിൽ ചേരും. ഓംകാരം ശങ്കിൽ ജീവിതത്തിലെ പറഞ്ഞില്ല, ഏത് പ്രേമഗാനം എഴുതിയാലും ഏതെങ്കിലും സുന്ദരിയായിരിക്കും മനസ്സിൽ. ഭാര്യ ഇതുവരെ ആ രംഗത്തേക്ക് വന്നിട്ടേ ഇല്ല. അപ്പം പക്ഷേ ഭാര്യയെ അതിനുള്ളൊരു പ്രായച്ച് തന്നു ഇങ്ങനെ പാട്ട് എഴുതാൻ. നീ ഭാര്യയെ നോക്കിയൊരു പാട്ട് എഴുതണം, നീ കുറേ നാളായല്ലോ കണ്ട പെണ്ണുങ്ങൾ നോക്കി പാട്ട് എഴുതാൻ തുടങ്ങി. അങ്ങനെ ഇതിൻ്റെ കഷ്ടപ്പാട് കണ്ടെഴുതിയ പാട്ട്. അമ്പലത്തിലെ ശംഖ് വിളിക്കുന്നതിന് മുമ്പേ ഉണരുന്നവളാണ് ഇവള്. നമ്മളറിയില്ല. അമ്മ ഉറങ്ങുന്നതും അമ്മ ഉണരുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്ന് പണ്ട് പറയുകയായിരുന്നു. കാര്യം നമ്മളുറങ്ങി കഴിഞ്ഞിട്ട് അമ്മ അടുക്കളയൊക്കെ അടച്ചു വരും. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അമ്മ എഴുന്നേറ്റ് പോയി തപ്പി നോക്കാം. ഭാര്യ അത് തന്നെ കേട്ടോ. നമ്മൾ ഉറങ്ങി കഴിയുമ്പോഴേക്കും ഇത് ഓടി വരുന്നത് ചില. ഇപ്പോൾ ചെറുപ്പകാലത്തല്ല, ഇപ്പം അങ്ങനെയാണ്. തപ്പിയൊക്കെ നോക്കാൻ വന്നിട്ടുണ്ട്. രാവിലെ നമ്മൾ തപ്പി നോക്കുമ്പോൾ കാണില്ല. അപ്പോൾ അങ്ങനെ ഇങ്ങനെ സാധനം എഴുതാൻ പറഞ്ഞു. ഞാൻ രാവിലെ ഇത് 4 മണിക്ക് എഴുതിയിട്ട് പോകും. എന്താണ് ഇപ്പോൾ നമ്മൾ സാധാരണ കാണുന്നത് രാവിലെ 6:30 മണിക്ക് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഒരു ഫാനിൻ്റെ ചോട്ടിലിങ്ങനെ സൂചിച്ചിരിക്കണം. ഇത് എന്തെന്ന് രാവിലെ ഇത്ര മാത്രം കാറ്റുള്ള. പക്ഷെ അതിന് മുമ്പ് ഒരു എപ്പിസോഡ് ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല. അതിനുവേണ്ടി ഞാൻ ചെല്ലും, അറിയാണ്ട് പോയി ഒളിഞ്ഞു നോക്കും അടുക്കളയിൽ. അപ്പം തന്നെ ശപിക്കും, തന്നെ മുറുമുറുക്കും. ഇതെല്ലാം എൻ്റെ തലയിലെ ഭാരമാണ്, ഇതെന്നും തീരും എന്നൊക്കെ ഇത് പറയുമല്ലോ. ഈ ചെയ്തു തരും. എങ്കിലും ചില സമയങ്ങളിൽ അവരുടെ മാനസികാവസ്ഥയുണ്ട്. എന്നെ അടുക്കള കയറ്റില്ല. കാര്യം ഇവർക്കൊരു അടുക്കളത്താളമുണ്ട്. നമ്മൾ തെറ്റിക്കുക. ഒരു പാത്രം എടുത്ത് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരു ജോലി ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് ഈ പാത്രം എടുക്കും. ഇത് ചിലപ്പോൾ ഞാനൊക്കെ ചെന്ന് മാറ്റി വയ്ക്കും. പക്ഷേ ഞാനിപ്പോൾ ഭാര്യ അറിയേണ്ടത് തന്നെയാണ്. അപ്പോൾ രാവിലെ 6 മണിക്ക് എന്നിട്ട് കാറ്റ് കൊള്ളുന്നത് വലിയൊരു ജോലിക്ക് ശേഷം എന്നുള്ളത് പിന്നീട് അറിയുന്നത്. പിന്നെ ശംഖ് വിളിക്കുന്നതിന് മുമ്പ് ഈറൻ മാറുന്ന വെൺമലരാണ്. അവൾ കുളിച്ച് കഴിഞ്ഞിരിക്കുന്ന നേരം ഓരോ നാളും എങ്ങുമ്പോൾ തന്നെ വാടിയിരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അത് ഇതുകൊണ്ടാണെന്നുള്ള ബോധം നോക്കില്ലായിരുന്നു. അങ്ങനെ ആ പാട്ട് മുഴുവൻ ഓരോന്നും ഭാര്യയെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയ പാട്ട്. വെറുതെ അല്ല ഭാര്യ, വെറുതെ ഒരു ഭാര്യ എന്നുള്ളത് വെറുതെ അല്ല ഭാര്യ എന്നാണ് മനസ്സിലായത്. പക്ഷെ അത് കഴിഞ്ഞുള്ള ഗുണം വെച്ചാൽ നേരത്തെ ഓമനപ്പുഴയുടെ കാര്യം പറഞ്ഞ പോലെ കുറേ വീട്ടമ്മമാരെന്ന് വിളിച്ചത്. ഞങ്ങളുടെ വിചാരം ഞങ്ങൾക്ക് മാത്രമേ ഈ സങ്കടമുള്ളൂ. ചേട്ടനെ പോലെ അല്ലെങ്കിൽ സാറിനെ പോലെ വലിയവർ എന്ന് പറയുന്ന വീട്ടിലെ ഭാര്യയ്ക്കും ഈ ദുഃഖമൊക്കെ ഉണ്ടല്ലേ. ഞങ്ങളിപ്പോൾ രാവിലെ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ടേപ്പ് റെക്കോർഡർ വെച്ച് ഈ പാട്ട് വച്ചുകൊണ്ടാണ് അടുക്കള ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു വലിയ ആശ്വാസം കിട്ടുന്നു. അതൊരു സുഖമല്ലേ. വീണ്ടും ഒരു ഡോക്ടറായി. ഒരു രോഗികളെ ചികിത്സിക്കാൻ പറ്റി. രോഗികളുടെ എണ്ണം ഇനിയും കൂടാനുണ്ട്. രോഗം മാറിയാൽ മതി. ഈ കൊച്ചൗവിലെ നീലക്കണ്ണുള്ള പാനെ നീ എനിക്കുള്ളതാണ്, നിനക്കിണക്കിളിയാനെ. അത് ഞാൻ മുഴുവൻ മതിയെന്ന് ഓർക്കുന്നില്ല. ട്യൂണിൻ്റെ പുറകെ പോകുന്നുണ്ട്. ഷാനത് നന്നായി. ഷാൻ്റെ ഒക്കെ ഒരു ഗുണം അതാണ്. കുറേ പേരുണ്ട് കേട്ടോ, അതിലില്ലെന്ന് പറയാൻ പറ്റില്ല. ബിജിപാല് ഈ ഭാഷയോട് പിന്നെ സ്നേഹം കാണിക്കുന്നവർ, അത് എങ്ങനെ നമുക്ക് എന്ത് സുഖമെന്നറിയുക. അതേപോലെ അലക്സിൻ്റെ നിഷ്കളങ്കത എനിക്കൊന്നും അറിയാൻ മേലെ കേട്ടോളൂ എന്ന് പറയുന്ന നിഷ്കളങ്കത. ലിറിക്കിൽ ഒരിക്കലും ഇടപെടാത്ത മോഹൻ സിത്താര ഒന്നും ചേട്ടൻ മീറ്റർ വല്ല പ്രശ്നമുണ്ടെങ്കിൽ മാത്രം അല്ലാണ്ട് അതിനകത്ത് എന്ത് കുന്തം എഴുതി വെച്ചാലും പ്രശ്നമില്ല, ഒന്നും പറയുന്നില്ല. അതുപോലെ മറുവശത്തുണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മൾ വല്ലാണ്ട് ടാക്സ് ചെയ്യുന്നവരുണ്ട്. നല്ലതല്ലെന്നല്ല. പക്ഷേ ഇതൊരു ക്രിയേറ്റീവ് സാധനമാണ്. ചുമ്മാ അങ്ങോട്ട് എടുത്ത് ചിലർക്ക് പറ്റുമായിരിക്കും. എന്നൊക്കെ ഞാൻ എൻ്റെ കാര്യം മാത്രമേ പറയുന്നത് കേട്ടോ. എനിക്ക് അത്രയും അതാകും ഒരു ശിഷ്ടജന്മാണല്ലോ. ഞാൻ ഒരു പൂർണ്ണജന്മാന്ന് വിചാരിക്കാമെന്നില്ല. വയലാറിൻ്റെ മിച്ചം എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ. പക്ഷെ അതൊരു ഭാഗ്യവും കൂടെ അല്ലേ. അത് പറ്റും, അത് ചേർക്കില്ലല്ലോ. അതൊന്നും ആളുടെ പേര് ഇപ്പം അല്ലാണ്ട് നേരത്തെ ഇപ്പം പിന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങി. അതൊരു വലിയ പ്രശ്നമായിരിക്കും. പെണ്ണിനെ മുഖം നോക്കുമ്പോൾ പറ്റില്ല. നോക്കി സൗന്ദര്യം ആസ്വദിക്കുന്നത് കണ്ടില്ലേ, വായി നോക്കി വലിയ പാട്ടെഴുത്ത് തന്നെ എന്ന് പറയും.
അപ്പോൾ നമുക്ക് അതൊരു വലിയ ഗതിയാണ്. വ്യക്തിജീവിതം നഷ്ടപ്പെടുന്ന വ്യക്തിജീവിതം നഷ്ടപ്പെടുന്ന ഭയങ്കര നഷ്ടം അത്. നമുക്ക് ആ സ്വാതന്ത്ര്യം ഇല്ലാണ്ട് പോകുന്നത്. ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കാറെടുത്ത് പോരാൻ തന്നെ പ്രധാന കാര്യം നമുക്ക് ഇപ്പം ഇങ്ങോട്ട് എന്നും ഇവിടെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മളൊരു ട്രെയിനിലൊക്കെ പോരുകയാണെങ്കിൽ ആൾക്കാരുടെ ഒരു സ്നേഹം വളരെ കൂടുതലാണ്. നമ്മളുടെ ഒരു നമുക്ക് വേണ്ടൊരു പിന്നെ ഇൻ്റലക്ച്വൽ പ്രൈവസി എന്ന് പറയില്ലേ, ചില ആലോചിക്കാൻ അതൊന്നും നടക്കില്ല. അത് നടക്കത്തില്ല. എല്ലാവരും ഒന്ന് വർത്താനം പറഞ്ഞു. പക്ഷേ അതൊരു വലിയ സുഖം. അത്രയും പേര് നമ്മൾ തിരിച്ചറിയുന്നു, അത്രയും പേര് വയലാറിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ആ ഒരു സുഖമുണ്ട്. ഈ ന്യൂജൻ പാട്ടുകളിൽ ഇൻസ്റ്റയിൽ ചില പാട്ടുകളൊക്കെ ഈ നമ്മൾ മെലഡീസ് തന്നെ ഭയങ്കരമായിട്ട് ഹിറ്റാവും. അത്തരത്തിലൊന്നാണ് ഔസേപ്പച്ചൻ സാറിൻ്റെ കൂടെ ചെയ്തിട്ടുള്ള അഴലിൻ്റെ ആഴങ്ങളിൽ. അയ്യോ എന്നമേ, അതും ലാൽ ജോസ് ഒരു വാക്കേ പറഞ്ഞുള്ളൂ, നഷ്ടപ്പെട്ട പ്രണയം ഓർത്താൽ മതി. തീർന്നു, സിറ്റുവേഷൻ തീർന്നു. അല്ലാണ്ട് ഇന്നത് വേണം, ഞാൻ അങ്ങനെ കാണിക്കും, നീ നിൻ്റെ ജീവിതത്തിലേക്ക് പോകും. അത് കുറേ പേര് എന്നെ വിളിച്ചിട്ട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറഞ്ഞിട്ടുണ്ട്. അതിനെ ഞാൻ വെറുത്തിരിക്കുകയായിരുന്നു. താങ്കൾ ആ പാട്ട് എഴുതാൻ അവളെ വീണ്ടും ഓർമ്മിക്കുന്നു, അതെനിക്ക് ഭാരമായി. അതേപോലെ മറിച്ച് ഇത് ഭയങ്കര മരുന്നാണ് കേട്ടോ എന്ന് പറഞ്ഞവരുമുണ്ട്. സങ്കടം വരുമ്പോൾ രണ്ടെണ്ണം അടിക്കുന്ന കൂട്ടത്തിൽ ഇത് കേൾക്കുമ്പം ഒരെണ്ണം കുറച്ചടിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതും കൂടെ എടുത്ത് കുടിക്കും. ഇപ്പോൾ ഒരു ഗ്ലാസ് മാറ്റി വെക്കാനുള്ള ഒരു മരുന്നും കൂടെ കൊടുക്കും ഡോക്ടറായി. അല്ല, അത് അങ്ങനെ ആകാൻ പറ്റുന്ന ഒരു സുഖം. അതെ ശരത്തേട്ട, അത് ഇൻസ്റ്റേ ഹിറ്റായത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, ഞാൻ ഒരു ന്യൂജൻ സോങ് ആണത്. അതെല്ലേ, പുതിയ ആൾക്കാർ ആസ്വദിക്കുന്ന, പുതിയ കുട്ടികൾക്ക്. എനിക്ക് തോന്നുന്നു ഇതെല്ലാവരുടെ മനസ്സിൽ ഈ സങ്കടം എന്നുള്ള എലിമെൻ്റ് ഉണ്ട്. എനിക്ക് അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരിലും ഇതുണ്ട്. പക്ഷെ അത് മർമ്മത്തെ നമ്മൾ തൊടുമ്പോഴാണ് അത് അവർ അറിയുന്നതെന്നുള്ളത്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് ഇവിടെ വേദനയുണ്ടോ എന്ന് പറയുമ്പോഴാണ് എൻ്റെ വേദന എന്താണെന്ന് വേറൊരാൾ തിരിച്ചറിയുന്നത്, അല്ലേ? അതേപോലെ ഇത് എല്ലാവരിലും ഉണ്ട്. നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി എന്നൊക്കെ പറയണത്, അയ്യോ, അതൊക്കെ എനിക്ക് അനുഭവം ഉണ്ടായതാണ് കേട്ടോ. അല്ല, അതെല്ലാം യാത്രയൊക്കെ പറഞ്ഞു പോകുന്ന എല്ലാവരും ഇഷ്ടപ്പെട്ട പ്രണയം വേണ്ടാന്ന് വയ്ക്കുന്നൊരു സ്ഥിതി നോക്കി നോക്കി. വീട്ടുകാരെ സംബന്ധിച്ച പ്രണയം വേണ്ടാന്ന് വയ്ക്കേണ്ട ഗതികേട് ഇല്ലേ? അതൊരു ഗതികേടല്ലേ? സാധാരണ പ്രേമത്തിനെ എതിർക്കുന്നൊരു കാലഘട്ടത്തിലായിരുന്നു നമ്മുടെ യൗവനം അല്ലെങ്കിൽ കൗമാരം. ആർക്കും പരാതിയില്ല. പക്ഷേ കാലം വേണ്ടാന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാകുന്നത്. സങ്കടത്തോടെയാണ് പോയത്. കാര്യം എല്ലാം സാഹചര്യവും അനുകൂലമായിരിക്കെ വേണ്ടാന്ന് വയ്ക്കേണ്ടി വരുന്നു. അതൊരു വല്ലാത്തൊരു ദുഃഖമല്ലേ? അതൊക്കെ തന്നെയാണ് അതിന് അത്രയും ഡെപ്ത് വന്നത് കേട്ടോ. അതൊക്കെ എല്ലാവരിലും കാണും ഇതേ. എനിക്ക് പണ്ടൊരു സങ്കടം ഉണ്ടായിരുന്നു. എൻ്റെ നാട്ടിൽ നിന്ന് സുന്ദരിമാർ കല്യാണം കഴിച്ചു പോയാൽ എനിക്ക് ദുഃഖം ഉണ്ടാകും. ഞാൻ എന്തിനാ, ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. പക്ഷെ എന്താണെന്നറിയോ, ആ നാളെ മുതൽ ഇതിനെ ഇവിടെ കാണാൻ പറ്റുന്നില്ലോ. അതൊരു വലിയ സങ്കടമായിരുന്നു എനിക്ക്. സന്ധ്യ വൈകുന്ന നേരം ഗ്രാമചന്ത വിരിയുന്ന നേരം ഈ ഗ്രാമചന്തയ്ക്കുള്ള ഗുണം ചില നാട്ടിലുള്ള എല്ലാ സുന്ദരിമാരും ഇറങ്ങും ചന്തയിലേക്ക് പോയി. അപ്പോൾ നമ്മൾ വായി നോക്കി മുടിയൊക്കെ ചെയ്യും, ഇങ്ങനെ ഇരിക്കും. ഇതിനെങ്ങനെ കാണുമ്പോൾ കിട്ടുന്നൊരു കുളിരുണ്ടല്ലോ, അതന്നെ ഒരു കാര്യമില്ല. പക്ഷെ അതൊരു സുഖം. അതിൽ ഒരെണ്ണം കുറയുന്നു കല്യാണം കഴിച്ച് പോകുമ്പോൾ. അത് മാത്രമല്ല, ഈ വരൻ്റെ വീട്ടുകാരാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ സന്തോഷമാണ്. പെണ്ണ് ഇങ്ങോട്ടാ വരുന്നത്. അതെ അതെ അതെ. മറ്റേന്ന് വെച്ചാൽ പെണ്ണ് പോകും, നമുക്ക് സങ്കടം. പക്ഷെ അന്നേരം വേറെ കുഴപ്പമുണ്ട്. മറ്റേത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ സങ്കടം ഞാൻ അവൻ നമ്മുടെ പരിചയക്കാരല്ലേ, അവൻ്റെ ഭാര്യ, എന്തിനാ നമ്മളായിട്ട്, അത് വേറൊരു ദുഃഖം. പക്ഷെ മറ്റേതാണ് ദുഃഖം, വല്ലാത്ത ദുഃഖം. എന്തൊക്കെ സങ്കടങ്ങളാണല്ലോ നമുക്കുള്ള, വലിയ പറയാതെ. പക്ഷെ അതിങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കാൻ. അതാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തേങ്ങലിനേക്കാൾ പരിചിതമേതോ പേരറിയാത്ത വികാരം. ഇനി എന്താ പറയേണ്ടതെന്നറിയില്ല. ശരത്തേട്ടൻ ഈ എഴുതുമ്പോഴൊക്കെ ഇതിൻ്റെ ഒരു ലോജിക്കൽ ഒരു തിങ്കിങ് ഉണ്ടാവുമല്ലോ. ഇത് പുറത്തു വന്നതിന് ശേഷം ആൾക്കാർ വിമർശിക്കുന്നതോ അത്തരം കാര്യങ്ങളൊക്കെ എഴുത്തിൽ കടന്നു വരുമോ? നമ്മുടെ ഏറ്റവും നമ്മുടെ ദുഃഖം ഒന്നതാണ്, അവർ എന്ത് വിചാരിക്കും. ഇത് നമ്മളെ വലട്ടുന്നൊരു പ്രശ്നമാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് എന്നെ ഏൽപ്പിച്ചത് ഒരു കാര്യം, എന്നെ ഏൽപ്പിച്ചവർക്ക് തൃപ്തിയായി, എനിക്ക് അത്രയേ ഉള്ളൂ ജോലിയുള്ളൂ. പിന്നെ അത് ബാക്കി കൊടുക്കേണ്ടത് അവരാണ്. പിന്നെ തിരുത്താന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് നടക്കില്ല. അത് ആ സെറ്റപ്പിൽ ഇരുന്ന് തീർന്നു പോയാലോ. കോടതി പിരിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിട്ട് കാര്യമില്ല. അത് പറഞ്ഞാൽ മതിയായിരുന്നു, ശിക്ഷ കഴിഞ്ഞു. കൈവിട്ട തിരുവേനെ പറയും. അത് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ജാതകം ആയി. ആ പാട്ടിനെ സൃഷ്ടിച്ചു. അപ്പോൾ ജനിച്ച സമയം, മുഹൂർത്തം, ലഗ്നമൊക്കെ നോക്കി അവൻ ജനിച്ചു. ഇനി അതിൻ്റെ തലയിലെഴുത്ത്. അപ്പോൾ ഒരുപാട് ഇനിയും കുറേ പേർക്ക് മരുന്ന് ആവുക.
കുറേ മരുന്നായിട്ട് ശ്രമിക്കുക. അത് ഇഷ്ടമാണ് എനിക്ക് കേട്ടോ. സിനിമയ്ക്ക് പുറത്തേക്ക് മനുഷ്യനെ കൊണ്ട് ഒരു പാട്ടിലൂടെ ചിന്തിപ്പിക്കാൻ കഴിയുമെങ്കിൽ ആ സിനിമയുടെ സ്ക്രീൻ വലുതാവുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ കാര്യമാണ്. അല്ലാണ്ട് അത് കണ്ടു കേട്ടു, അല്ലാണ്ട് 11 മണിയാകുമ്പോൾ ബാറടിക്കുമ്പോൾ പക്ഷേ എഴുന്നേറ്റ് പോയി പിറ്റേ ദിവസം മറന്നുപോയി, അങ്ങനെ ആവരുത്. അല്ലാണ്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പിന്നെ അനുഭവങ്ങൾ ഉണ്ടാകാനായിട്ട് അതുപോലത്തെ അവസരം എനിക്കെന്നല്ല എല്ലാ എഴുത്തുകാർക്കും കിട്ടട്ടെ. അതിൽ ഏറ്റവും മികച്ചവൻ തിളങ്ങട്ടെ എന്ന് എനിക്കും പറയാനുള്ളൂ. എനിക്ക് കിട്ടിയാൽ സന്തോഷം, അതെ. ഇല്ലെങ്കിൽ അതേപോലെ ഇതിനെ കിട്ടിയിട്ട് അവർ അവരതിനെ അത് അത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെയൊക്കെ ഡോക്ടറായിട്ട്, ഞങ്ങളെയൊക്കെ ആശ്വസിപ്പിക്കുന്ന ഡോക്ടറായിട്ട് ഇനിയും കുറേ മരുന്നുകൾ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണം. എല്ലാം ഞാൻ പറയട്ടെ, അതൊക്കെ ഞാൻ ഒന്നും നമ്മൾ പറയുന്നില്ല. ഈ പറഞ്ഞ ഒരിക്കലും അങ്ങനെ ഈ വഴിക്ക് വരണം എന്ന് ആഗ്രഹിക്കാത്ത ഒരാൾ വന്നു എന്നുള്ളതാണ്. പിന്നെ വന്നപ്പോൾ വേഷം കിട്ടിയപ്പോൾ പിന്നെ നമുക്കുള്ള സങ്കടം വെച്ചാൽ ഒരു ആരുടെ കവിതയാണ് ഓർക്കുന്നുള്ളത്, ഒരു നായ ആയിരുന്നെങ്കിൽ കുറെ കൂടെ നന്നായിരുന്നേ. എനിക്ക് ഇഷ്ടമില്ലാത്തവനെ കാണുമ്പോൾ കുരയ്ക്കാം, കടിക്കാം. ഇഷ്ടമുള്ളവനെ കാണുമ്പോൾ മാത്രം മാലാട്ടിയാ മതി. നമുക്കത് പറ്റില്ലല്ലോ. അത് ഫിലോസഫിക്ക് ഉണ്ട്. ഇഷ്ടമുള്ളവരെ കാണുമ്പോൾ ചിരിച്ച് സംസാരിക്കണം, ഇഷ്ടമില്ലാത്തവരെ കാണുമ്പോൾ ചിന്തിച്ച് സംസാരിക്കണം. ഫിലോസഫി നല്ലതാണ്, പക്ഷെ എപ്പം നടക്കും എന്നുള്ളതാണ്. അതാണല്ലോ നമ്മുടെ ഒരു കുഴപ്പം. എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും സന്തോഷം. ഞാൻ ഈ പരിപാടി ഞാൻ കാണാറുണ്ട്. ഇത്രയും എല്ലാവരും പറയും ഇത്രയും ക്ഷമാശീലൻ ആയിട്ട് ഈ എഴുത്ത് അല്ലെങ്കിൽ വന്നിരിക്കുന്ന അതിഥിയെ വിരട്ടി അവനെ ഒന്ന് പിടിച്ചെടുക്കുന്നതല്ലാണ്ട് ഇനിയും എഴുതാൻ തോന്നുന്നു, അല്ലെങ്കിൽ സംഗീതം ചെയ്യാൻ തോന്നുന്നു, ഇനിയും പാടാൻ തോന്നുന്നു എന്നുള്ളൊരു തോന്നലോടെ ആയിരിക്കും ഇവിടെ വരുന്ന അതിഥികളെ പറഞ്ഞു വിടുന്ന പലരും പറഞ്ഞിട്ടുണ്ട്. അതിന് ആ പിന്നെ കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്വഭാവവും അല്ലെങ്കിൽ ഗുണവും രജനീഷിൻ്റെ കൂടെയുള്ള ഈ പ്രസ്ഥാനത്തിനും ഉണ്ടാവട്ടെ. ശരത്തേട്ടൻ ഇനി അതേപോലെ എഴുതിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞു. അല്ല, ഇതുപോലെ നമുക്കിപ്പോൾ വളരെ കുറച്ച് സമയമല്ലേ ഉള്ളൂ, അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഓരോ പാട്ടും അനലൈസ് ചെയ്തൊക്കെ പോകുമായിരുന്നു. അപ്പം അത്രയും പറ്റില്ല. ഞാനങ്ങനെ ചെയ്യുന്ന ആളാണ്. പാട്ടിനെ മുഴുവൻ എന്തുകൊണ്ട് പുത്തരായണ കിളിപാടി ഉന്മാദിനിയെ പോലെ പൊന്നും വിളയിട്ട വെണ്ണിലാവേ നിന്നെ ഒന്ന് ചുംബിച്ചോട്ടെ. എന്താണ് ഈ ഉത്തരായണ കിളി? ഇറങ്ങും, നമ്മൾ എവിടം വരെ ചെല്ലാവോ അന്വേഷിക്കും പോകും. അതിപ്പോൾ ഞാനായുണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു, എഴുത്തുകാരനായി നമ്മൾ, അല്ലേ? എനിക്ക് തോന്നുന്നതാണ് അങ്ങനെ കഴിയട്ടെ എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാലഘട്ടം കൂടെ ഉണ്ടാവട്ടെ. ശരത്തേട്ടനെ അടുത്ത് കാണുമ്പോൾ നമ്മൾ വയലാറിൻ്റെ കുറച്ച് പാട്ടുകളെക്കുറിച്ച് സംസാരിക്കണമെന്നും കവിതകളെക്കുറിച്ച് അനലൈസ് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. അല്ല, അത് അതിനകത്തൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടൻ്റ് ഉണ്ട്. ഒരു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ച പോലെ തന്നെ അതിമനോഹരമായ സാധനം ഇപ്പം ഭൂമിയെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. 74 വയലാർ എഴുതിയതാണ്. ഗഗനമേ ഗഗനമേ ഗഗനമാമേകാന്തതി, ആസ്ട്രോയിഡാ. ഇപ്പം എല്ലാ ദിവസവും ഗൂഗിൾ നോക്കിയാൽ കാണാം ഒരുത്ത മരുന്ന് ഭൂമി ഇടിക്കുക. അതൊന്നും കറക്റ്റായിട്ട് വയലാർ അത് എഴുതി വെച്ചിട്ടുണ്ട്, ഈ സാധനം വരുമെന്നും. പക്ഷേ അതിനൊരു മരുന്ന് വയലാർ കൊടുത്തിട്ടുണ്ട്, പ്രണയം. അതായത് പ്രേമിക്കാൻ ഒറ്റയാനായിട്ട് നടക്കുന്നതും കല്യാണം കഴിക്കണമെങ്കിൽ ചെറുപ്പക്കാരൻ ഒരുപോലെയാണ്. പിന്നെ ഓർബിറ്റ് ഉണ്ടാവില്ല. മറ്റേതൊക്കെ കൃത്യം ഓർബിറ്റില്ലേ സൗരയൂഥത്തിന്, ഇങ്ങനെ ഇത് ഓർബിറ്റില്ലാത്തവരൊക്കെയാണ് ആസ്ട്രോയിഡ്. ചിഹ്നഗ്രഹമൊക്കെ അങ്ങനെ തോന്നുന്നവരാണ്. ഇവൻ പ്രണയിച്ചു കഴിഞ്ഞാൽ അവനൊരു ഓർബിറ്റ് ഉണ്ടാവും. അതുകൊണ്ട് പ്രണയം എല്ലാ പ്രാണൻ്റെ നയമായിരിക്കണം പ്രണയം എന്നുള്ളൊരു അഭിപ്രായമാണ്. ഒരു സ്ഖലനത്തിലൂടെ അവസാനിക്കരുത്, അതിനപ്പുറത്തേക്ക് ഒരു നനവ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ വീണ്ടും ചെറുപ്പമാകും. ഇല്ലെങ്കിലാണ് തലകീർന്ന് ഈ പ്രണയത്തിൻ്റെ മറ്റേ കൊഴുപ്പ്. നമ്മുടെ വിനായക എഴുതിയ പോലെ അറ്റാക്കിനകത്ത് പ്രണയത്തിൻ്റെ കൊഴുപ്പാണ് ഞരമ്പിനകത്ത് കിടന്ന് ഒഴുകുന്നത്. കൊഴുപ്പ് അതൊന്നും അലിഞ്ഞുകൊണ്ട്. അപ്പോൾ കൂടുതൽ മരുന്ന് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതേപോലെ ഞാനും ഈ ഒരു സംഭവം കൃത്യമായിട്ട് ഞാനും വാച്ച് ചെയ്യുന്നതാണ്. കൂടുതൽ പേരിലേക്ക് ഈ ചോദ്യങ്ങൾ ചോദിച്ച് ഞങ്ങളെപ്പോലുള്ളവനെ കൊണ്ട് ഛർദ്ദിപ്പിച്ച് അത് ചിന്തിപ്പിക്കാൻ, പ്രത്യേകിച്ച് പുതിയ തലവനുള്ള ഇഷ്ടം വെച്ചാൽ ഇത്രയും സ്വാതന്ത്ര്യവും ഇത്രയും വൈവിധ്യവും ഇവർക്കുണ്ട്. പണ്ട് നമുക്കൊന്നും ഇല്ലായിരുന്നു. അരുത് തീർന്നു. പിന്നെ ഇതൊരു അരുതുമില്ല, ഒന്നിനും അതിരില്ല എന്ന് പറയുന്നൊരു അത് നന്നായിട്ട് വിനിയോഗിക്കുന്നവരുടെ കയ്യിലേക്ക് വേണം ഇങ്ങനെയുള്ള സാധനം പോകാൻ. അത് ആ സ്വാതന്ത്ര്യം വളരെ നല്ലതാണ്. ഇപ്പം നമ്മൾ ഇന്നത്തെ സിനിമകൾ എനിക്കത് ഒരുമാതിരി എല്ലാ സിനിമയും ഇഷ്ടമാട്ടോ. പുതിയത് ഒരു ചെറിയ കടുകുണി ഉണ്ടെങ്കിൽ ഒരു സിനിമയായി കളയും. മറ്റത് 10,000 പേജുള്ള നോവലൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷെ അന്ന് കുടുംബത്തിൻ്റെ ഒരു പ്രസക്തി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതില്ല. അതാണൊരു വലിയ വേറൊരു വിഷയം. ഇപ്പോഴത്തെ പടങ്ങളിൽ കുടുംബ ബന്ധത്തിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്നില്ല. പണ്ടതായിരുന്നു, പക്ഷെ അത് കരച്ചിലായിരുന്നു മുഴുവൻ. ഒരു സ്ഥിരം പണി, ഒരു വില്ലനും ഒരു നായകനും സ്ഥിരം പരിപാടി, മെലോഡ്രാമ കൂടുതൽ.
പക്ഷെ അതല്ലാണ്ട് പുതിയ രീതിയിലൊക്കെ കൊണ്ടുപോയി എത്രയോ നല്ല നല്ല രസകരമായ പടങ്ങൾ പറഞ്ഞു തരുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. എനിക്കതാണ് ഞാനൊക്കെ ആ രീതി നോക്കുമ്പം പഴയ തലമുറയിൽപ്പെട്ട ഞാൻ പുതിയ തലമുറയിൽ ജനിക്കണമായിരുന്നൊരു കുതിരിക്കുന്നുണ്ട്. കാര്യം പുതിയ തലമുറ ചെയ്യുന്ന ചില കാര്യങ്ങളുടെ വൈകാരിക എന്ന് മാത്രമല്ല അതിൻ്റെ മറ്റു വശവും മനോഹരമാണ്. അത് ഇല്ലാന്ന് പറയും. ഇപ്പോൾ സുജേഷിയുടെയൊക്കെ പാട്ടൊക്കെ ഇല്ലേ, ഒക്കെ അത് ഒരിക്കലും നമുക്ക് പുലരിപ്പൂ പോലെ ചിരിച്ചു എന്ത് രസമാണ്. പുതിയ തലമുറയില്ല അത് എഴുതി കേൾക്കുമ്പോഴേ പുഞ്ചപ്പാട കാറ്റ് വിതച്ചു എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്നൊരു ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ ആ ഇമേജ് ഉള്ളതുകൊണ്ടായിരിക്കും. രാവിലെ സൂര്യൻ ഉദിക്കുന്ന കാണാത്തവരോട് എന്ത് പറയാൻ പോകും ആടി കഴിഞ്ഞിട്ടാണ് ദ സൺ റൈസസ് ഇൻ ദ വെസ്റ്റ് എന്ന് ശീലിച്ച ഒരു എൻ്റെ മോളൊക്കെ അതാ ഈ സന്ധ്യ ആകുമ്പോൾ എഴുന്നേക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷം. നന്ദിയുണ്ട് സംസാരിക്കാൻ. കാണാം.